ഈ ബി പോസിറ്റീവ് പ്രോഗ്രാമിൽ നമ്മളുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ നമ്മൾ ഡീൽ ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ തന്നെ ചില കരടുകൾ ഉണ്ടെങ്കിൽ അവ നീക്കുവാനായിട്ട് എങ്ങനെ സാധിക്കാം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നു. മാത്രമല്ല നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മൾ തന്നെ മുന്നോട്ട് നയിക്കുവാനും വിജയത്തിലേക്കും പരാജയത്തിൻ്റെതായ സാഹചര്യങ്ങൾ ഒഴിവാക്കി പ്രത്യാശ നിറഞ്ഞൊരു ജീവിതത്തിലേക്കും പോകാനായിട്ട് എങ്ങനെ സാധിക്കാം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നു. ആർ യു റെഡി ഫോർ ദാറ്റ്? എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കാം. പ്ലീസ് സ്റ്റാൻഡ് ഡൗൺ. ഒരു ചെറിയ പ്രശ്നമുണ്ട് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും. എന്ത് പറ്റിയെന്നറിയോ? നമുക്ക് ഏകദേശം എത്ര വയസ്സുണ്ട് ഇപ്പം? 18, 15, 18, 19, 20, 22, 23. ചില ആൾക്കാർക്ക് ഒരുപാട് വയസ്സുണ്ടാവും, പറയണ്ട ആരോടും. ഓക്കെ, എന്തായാലും ഈ ഒരു നമ്മളുടെ 18 വയസ്സ്, 19 വയസ്സ് നമുക്ക് ആവറേജ് എടുക്കാം. ഈ വയസ്സൊന്ന് തിരിച്ചിട്ടേ എത്ര വരും? 81. ഞാൻ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റു. എത്ര വയസ്സുള്ള ആൾക്കാരെ പോലെ എഴുന്നേറ്റത്? ട്രഡീഷണൽ അല്ലേ? പ്രിയ കൂട്ടുകാരികളെ, സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ട്രഡീഷണൽ വൺ. കാരണം നമുക്ക് ഇത് എത്ര കാലമായിട്ട് സ്റ്റാൻഡപ്പ് ഇടുന്ന 1ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് മുതൽ ഈ സ്റ്റാൻഡപ്പ് പ്രോസസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് സ്റ്റാൻഡപ്പ് ആയിരിക്കില്ല, മറിച്ച് ഗസ് ചെയ്യാമോ? 5 വയസ്സുള്ള കുട്ടി ഓടി നടക്കുന്നത് എങ്ങനെയാണ്? പതുക്കെയാണോ ഓടി? ഇങ്ങനെയാണ് നടക്കുക? എങ്ങനെയായിരിക്കും നടക്കുക? ചടുലതയോട് കൂടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരെയും കാൽപാദങ്ങൾക്കടിയിലായിട്ട് ഒരു സ്പ്രിങ് തരാൻ പോവുകയാണ്. കുഴപ്പമില്ലല്ലോ? ഓക്കെ, ആ സ്പ്രിങ് തന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സ്പ്രിങ് അപ്പ് എന്നായിരിക്കും. എന്താണ്? അപ്പോൾ പ്ലീസ് ബി സീറ്റഡ്. പെട്ടെന്നിരിക്കാം, കസേര ഒടിച്ച് കളയരുത്, പെട്ടെന്നിരിക്കാം. When I say spring up എന്ന് ഞാൻ no. ഓക്കെ, when I say spring up, നിങ്ങൾ പവർഫുൾ ആയിട്ട് ചാടി എഴുന്നേറ്റിട്ട് മറ്റാരുടെയും കാലിലൊന്നും ചവിട്ടാതെ അവിടെ തന്നെ ഒരു സ്പ്രിങ് പോലെ ചാടിക്കൊണ്ടിരിക്കണം. This is an activity. Are you ready? So, ready? 1, 2, 3, spring up. Come on everybody. എല്ലാവരും സ്പ്രിങ് പോലെ ഒന്ന് ചാടിക്കൊണ്ടിരുന്നേ. come on everybody. നന്നായിട്ട് ചാടിക്കൊള്ളു. മുകളിലേക്ക് തലയിടിച്ചാൽ കുഴപ്പമില്ല. അതിന്റെ കൂടെ നന്നായിട്ട് ക്ലാപ്പ് ചെയ്യാമോ? Everybody. Yes, it's wonderful. Everybody, powerfully. Yes. Okay, wonderful. റിലാക്സ്. പ്രിയമുള്ള കൂട്ടുകാരികളെ, നമ്മളുടെ ജീവിതത്തിൽ എന്തായാലും ചില സമയത്ത് ആബ്സെന്റ് മൈൻഡായിട്ട് നമ്മൾ മാറിപ്പോകാറുണ്ട്. അസ്വസ്ഥതകൾ നമ്മുടെ മനസ്സിൽ കയറി വരാറുണ്ട്. ആരോ ഉള്ളിൽ നിന്ന് നമ്മളെ പരിഹസിക്കുന്നു നമുക്ക് തോന്നാറുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയാണ് ഞാനെന്നും ആരും എന്നെ സ്നേഹിക്കാനില്ലെന്നും ഒക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഈസ് ഇറ്റ് റൈറ്റ്? ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ വീടിൻ്റെ മുറിയിൽ കയറി വാതിലടച്ച് കഴിഞ്ഞ കാലത്തെ ചില സംഭവങ്ങളൊക്കെ ഓർത്ത് അറിയാതെ നമുക്കറിയാറുമുണ്ട്. ഈസ് ഇറ്റ് റൈറ്റ്? നമ്മൾ ആരെങ്കിലും കരയാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടുക്ക് വന്നിട്ട് ഒന്ന് വന്ന് ഞാനൊന്ന് കരഞ്ഞോട്ടെ എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ റൂമിൽ തന്നെ കയറിയിരുന്ന് പലപ്പോഴും ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ആലോചിച്ച് നമ്മൾ കരച്ചിലിൻ്റെ വക്കോളമൊക്കെ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ദുഃഖങ്ങളൊക്കെ ചില സമയത്ത് കുറഞ്ഞു പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ണീർ സീരിയലുകളും കണ്ണീർ പടങ്ങളും ഒക്കെ വിജയം നേടുന്നു. കാരണം നമ്മളുടെ ഉള്ളിലെ ചില ഭാവങ്ങളൊക്കെ സംഭവിക്കപ്പെടുന്ന പോലെ നമുക്ക് തോന്നാറുമുണ്ട്. എന്ത് തന്നെ പ്രശ്നമായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങളുടെ ശക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം ദ ക്രിയേറ്റർ, ദ പവർഫുൾ ഗോഡ് gave you the power and life. ആ ഒരു ലൈഫ് നമുക്ക്, ആ പവർ നമുക്ക് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ട് സഹായിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, തീയിൽ കുരുത്തത് വെയിലത്ത്? നിങ്ങൾ കുരുത്തത് തീയിലാണോ? അതോ നമ്മൾ ജനിച്ചത് തന്നെ ഒരു AC ലേബർ റൂമിലാണ്, പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയത് ഒരു
എ സി നിറഞ്ഞ ഒരു ഹോസ്പിറ്റലിലൂടെയാണ്. കയറിയത് ഒരു AC കാറിലാണ്. വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും നമ്മൾ കിടക്കേണ്ട മുറിയൊക്കെ AC ആണ്. അല്ലെങ്കിൽ ആകെ മൊത്തം മനസ്സിലാണെങ്കിലും AC ആണ്. വെയിലേറ്റിട്ടില്ലാത്ത ചില വ്യക്തികളുണ്ടാവും. എന്നാൽ തിരിച്ച് ഒരുപാട് കഷ്ടങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളുടെ, വേദനകളിലൂടെ കടന്നു വന്നവരുണ്ടാവും. പ്രതിസന്ധികളും ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, കഷ്ടപ്പാടുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവതികൾ. കാരണം അപ്പോൾ മാത്രമേ നാളെ ഒരു വെയിൽ വന്നാൽ ആ വെയിലത്ത് വാടാതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു ശക്തി നമ്മൾ നിറയുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള, ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് തന്നെയാണെങ്കിലും ഇന്നിൻ്റെ യാഥാർത്ഥ്യത്തിലൂടെ നാളെയുടെ പ്രതീക്ഷകളിലേക്ക് പോകുമ്പോൾ അവയെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയുമ്പോൾ അവിടെ അതാണ് സംഭവിക്കപ്പെടുക. കാരണം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇന്നലകൾ പാസ്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ദാറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. പാസ്റ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. ഫ്യൂച്ചർ, ഭാവി എന്ന് പറയുന്നത് ഈസ് ആൻ എക്സ്പെക്ടേഷൻ. ഭാവി എന്ന് പറയുന്നത് നമ്മൾക്ക് വരാൻ പോകുന്ന കാര്യമാണ്. നമുക്കറിയില്ലേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. ബട്ട് പ്രസന്റ് ഈസ് എക്സ്പെരിമെന്റ്. ഇന്നുകളുടെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് പ്രസന്റ് എന്ന് പറയുന്നത്. ഇന്നലകളുടെ അനുഭവം നമുക്ക് വേദന നൽകിയിട്ടുണ്ടാകാം. ഇന്നലകളുടെ അനുഭവം നമുക്ക് സന്തോഷം നൽകിയിട്ടുണ്ടാകാം. എന്തായാലും ഇന്നലകൾ നമുക്ക് വലിയ നന്മകൾ സമ്മാനിച്ചിട്ടുണ്ട്, വലിയ സംവിധാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ, നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സംഭവിക്കപ്പെടുന്നത് നമ്മളുടെ ജീവിതം എവിടെയാണ്? ഇന്നുകളിലാണോ ഇന്നലകളിലാണോ? പാസ്റ്റ് ഗീവ്സ് യു ബിറ്റർ എക്സ്പീരിയൻസസ്. ആ ബിറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ അലട്ടുന്നുണ്ടാവും. അപ്പോൾ ഇന്നലകളിലൂടെ നമ്മൾ എപ്പോഴെങ്കിലും കരയുന്നുണ്ടെങ്കിൽ, വിഷമിക്കുന്നുണ്ടെങ്കിൽ, വേദനിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം തീർച്ചയായിട്ടും റിയലൈസ് ചെയ്യുക, ഞാനിപ്പോൾ ജീവിക്കുന്നത് എവിടെയാണ്? ഐ എം ലിവിങ് ഇൻ പാസ്റ്റ്. ബിക്കോസ് ഇന്നലകളിലെ ചില സംഭവങ്ങൾ ഓർക്കും. ഇന്നാലും എന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ, ഞാൻ എത്ര സ്നേഹത്തോടുകൂടിയാണ് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പെരുമാറി, ഇന്നാലും അവൾ എന്നോട് ഇങ്ങനെ പെരുമാറി.